അക്കൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി സോയ ചങ്ക്സ് ഗീ റോസ്റ്റാണ്. ഇത് ഉണ്ടാക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സോയ ചങ്ക്സ് 100 ഗ്രാം, മല്ലിയില, കറിവേപ്പില, മഞ്ഞൾ പൊടി 1/2 ടീസ്പൂണ്, പുളിനാരങ്ങ നീര് 1 ടേബിൾ സ്പൂണ്, ഉലുവ 1/4 ടീസ്പൂണ്, പെരുംജീരകം 1 ടീസ്പൂണ്, 2 കറാമ്പ്, 1 കഷ്ണം പട്ട, ഉപ്പ്, 20 ചെറിയുള്ളി, 12 വെളുത്തുള്ളി, 1 ടേബിൾ സ്പൂൺ പുളി, മല്ലിപ്പൊടി 1 ടീസ്പൂണ്, മുളക് പൊടി 1 ടീസ്പൂണ്, പശുനെയ്യ്. സോയ ചങ്ക്സ് നന്നായിട്ട് കഴുകിയെടുക്കുക. എന്നിട്ട് ഒരു പാത്രത്തിലേക്കിട്ട് നന്നായിട്ട് തിളച്ചു കൊണ്ടിരിക്കുന്ന വെള്ളം ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അരമണിക്കൂർ മൂടി വെക്കുക. ഇനി ഒരു പാൻ എടുത്തിട്ട് അതിൽ 1 ടീസ്പൂൺ പെരുംജീരകം, 1/4 ടീസ്പൂൺ ഉലുവ, 1 കഷ്ണം പട്ട, 2 കറാമ്പ് ഒക്കെ ഇട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് വറുത്തെടുക്കുക. ഇനി ഇത് തണുക്കാൻ വെക്കണം. തണുത്ത് കഴിഞ്ഞാൽ മിക്സിയുടെ ജാറിലേക്കിട്ട് പൊടിച്ചെടുക്കുക. അതിനുശേഷം സെയിം ജാറിൽ തന്നെ 1 സ്പൂണ് വെള്ളത്തിൽ കുതിർത്ത് വെച്ച പുളി, 20 ചെറിയുള്ളി, ഒരു 10-12 വെളുത്തുള്ളി, കുറച്ച് വെള്ളവും ഒഴിച്ച് അരച്ചെടുക്കുക. ഇനി കുറച്ച് വലിയ പാൻ എടുത്തിട്ട് അതിൽ 2 സ്പൂണ് പശു നെയ്യ് ഇടുക. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ട് അരച്ച് വെച്ചില്ലേ, അത് ഇതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം 1 ടീസ്പൂണ് മുളക് പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾ പൊടി, 1 ടീസ്പൂണ് മല്ലിപ്പൊടി ഒക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കുക. നെയ്യ് തെളിഞ്ഞ് വരുമ്പോൾ കുതിർത്ത് വെച്ച സോയ ചങ്ക്സ് 3-4 വെള്ളത്തിൽ കഴുകി പിഴിഞ്ഞെടുത്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാം. കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പൊടിച്ച് വെച്ച പൊടികൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കുക. ഒരു ടേബിൾ സ്പൂണ് പുളിനാരങ്ങ നീരും ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ലാസ്റ്റ് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കുക. ഇപ്പോൾ സോയ ചങ്ക്സ് ഗീ റോസ്റ്റ് റെഡിയായി.
താങ്ക്സ് ഫോർ വാച്ചിങ്.